പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് കുട്ടനാട്ടിലെ ഒരു പാടശേഖരത്ത് പാടത്തിലെ വിവിധ കണ്ടങ്ങളെ വേർതിരിക്കുന്ന വരമ്പുകൾ സൃഷ്ടിക്കുന്ന ഒരു പറ്റം തൊഴിലാളികളുടെ പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ നമുക്കൊക്കെ അറിയില്ല, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, വിശാലമായ നൂറുകണക്കിന് ഏക്കറുകളുള്ള പാടശേഖരത്ത് എങ്ങനെയാണ് കൃഷികൾ ചെയ്യുന്നതെന്ന്. അതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു ഘട്ടമാണ് ഏക്കർ കണക്കിനുള്ള കൃഷിയിടങ്ങളെ കുറേ സെന്റുകളുള്ള കണ്ടങ്ങളായി തിരിക്കുന്ന പ്രക്രിയ. അതിൻ്റെ ആദ്യ പടിയാണ് ഇത്തരത്തിൽ പാടത്തെ കണ്ടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന പ്രവൃത്തി. വളരെ മനോഹരമായ രീതിയിൽ 4ഓളം തൊഴിലാളികൾ ഒരു വലിയ പാടത്തിലെ കണ്ടത്തിന്റെ വരമ്പുകൾ കൃത്യമായി സൃഷ്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നാം ഇപ്പോൾ കാണുന്നത്. പാടത്ത് കൃഷി ഇറക്കുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ വരമ്പുകൾ കുത്താറുണ്ട്. എന്നാൽ കുറെ ആളുകൾ വിതയ്ക്ക് ശേഷമായിരിക്കും വരമ്പുകൾ കുത്തുക. അത്തരത്തിലെ വരമ്പുകൾ കുത്തുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 4ഓളം ഊർജ്ജസ്വലരായ പണിക്കാര് വളരെ ആവേശത്തോടുകൂടി അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് വളരെ രസകരമായിട്ട് എങ്ങനെയാണ് ഒരു വരമ്പ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തകർന്നു കിടക്കുന്ന ഒരു വരമ്പാണിത്. ഈ വരമ്പിനെ ഈ പ്രാവശ്യത്തെ പുഞ്ചകൃഷിക്ക് ഉപയുക്തമാകുന്ന തരത്തിൽ എങ്ങനെയാണ് അതിനെ മാറ്റുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വരമ്പിൻ്റെ കുറേ ഭാഗം പ്രിയപ്പെട്ട തൊഴിലാളികൾ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം വളരെ നീളമുള്ള ഒരു വരമ്പാണ്. ആ വരമ്പിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് പ്രിയപ്പെട്ട തൊഴിലാളികൾ ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഇവരുടെ തന്നെ കാര്യങ്ങൾ ചോദിക്കാം, എങ്ങനെയാണ് ഒരു വരമ്പ് ഉണ്ടാക്കുന്നതെന്ന്. ചേട്ടാ തന്നെ എങ്ങനെയാണ് നിങ്ങൾ സാധാരണ ഒരു കണ്ടത്തിലെ വരമ്പൊക്കെ ഉണ്ടാക്കുന്നത്? എങ്ങനെയാ? ഇടിച്ച് ഉടഞ്ഞു കിടക്കുന്നതൊക്കെ കുത്തി അട്ടയൊക്കെ വെച്ച് പുനമെല്ലാം അടച്ചെന്നാൽ ആ കണ്ടത്ത് വയലിൽ വെള്ളം ചെയ്തോളൂ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പാടത്തെ വരമ്പുകൾ ശക്തമാക്കുന്നതിന് വേണ്ടി പാര എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് ആഴത്തിൽ മണ്ണിളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പാര ഉപയോഗിച്ചിട്ട് അത് കുത്തി വരമ്പ് ഇരുത്തുക എന്നാ പറയുന്നത് അല്ലേ? ഇടിച്ചിരുത്ത്. കായലിൽ നിന്ന് വെള്ളം കയറുമ്പോൾ വെള്ളം കണ്ടത്തിലേക്ക് കയറാതിരിക്കാനും അടയ്ക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് വളരെ. അതിനുശേഷം എന്ത് ചെയ്യും നിങ്ങള്? ചപ്പിടും. ചപ്പിട്ടിട്ട് പിന്നെ കട്ടവാരി വെക്കും. അതിന്റെ മുകളിൽ കട്ടവാരി വെക്കും. അപ്പൊ ആദ്യം ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ചേട്ടൻ എന്താണ് ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? മിനുക്കുക, വരം ഉറപ്പിക്കുക. അപ്പൊ ഇങ്ങനെ അവസാനം നിങ്ങള് ഇത് ഏറ്റവും ഒരു ഫിനിഷിംഗ് വർക്കാ ചെയ്യുന്നല്ലേ? ഫിനിഷിംഗ് വർക്കാ ചെയ്യുന്നത്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം വളരെ നമുക്ക് വരമ്പ് കാണാൻ പറ്റും. ഈ വരമ്പ് ഇങ്ങനെ ഇരിക്കുന്ന വരമ്പ കണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന ചപ്പും ചവറും ഒക്കെ ആയിട്ടിരിക്കുന്ന ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന വരമ്പാണ്. ഈ വരമ്പിനെയാണ് പ്രിയപ്പെട്ട കർഷക തൊഴിലാളികള് വളരെ നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ വിതയൊക്കെ ഇറക്കിയിരിക്കുന്ന കണ്ടമാണ്. അത് നല്ല രീതിയിൽ അവർ കൃഷിക്ക് പറ്റുന്ന തരത്തിലേക്ക് അവർ ഈ കണ്ടത്തിന്റെ വരമ്പുകളെ കൃത്യമായി മാറ്റുകയാണ്. കുട്ടനാട്ടിലെ കർഷകര് സത്യത്തിലെ എല്ലാവർക്കും മാതൃകാപരമായിട്ടുള്ള കർഷകരും കർഷക തൊഴിലാളികളുമാണ്. കാരണം കായലിൽ നിന്ന് കൃഷിയിടങ്ങളെ കുത്തി വേർതിരിച്ച് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കർഷകരും കർഷക തൊഴിലാളികളുമാണ്. ഈ അധ്വാനിക്കുന്ന മണ്ണിൽ പണിയെടുക്കുന്ന ഈ പ്രിയപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.